ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഇതിനു മുന്നേ നമ്മൾ മൂന്നോളം സീരീസുകൾ ചെയ്തു. 3 സീരീസിലായിട്ട് നമ്മൾ ഭാരതീയ ന്യായ സംഹിതയുടെ വ്യത്യസ്തമായിട്ടുള്ള വശങ്ങളെ പറ്റി പഠിച്ചു. ഭാരതീയ ന്യായ സംഹിത എന്നാൽ എന്താണെന്നും ഇന്ത്യയിലെ ക്രൈമും പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന ലോ ഏതാണെന്നും ഭാരതീയ ന്യായ സംഹിത പ്രകാരം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പണിഷ്മെന്റ് അതിന്റെ വേരിയസ് കൈൻഡുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള പണിഷ്മെന്റുകൾ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കി. ചാപ്റ്റർ 2 പണിഷ്മെന്റിനെ പറ്റി നമ്മൾ നോക്കിയത്. ചാപ്റ്റർ 3 നമ്മൾ ജനറൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ നോക്കി. അതായത് ചില സാഹചര്യങ്ങളുടെ പുറത്താണ് നമ്മൾ ഒരു ക്രൈം ചെയ്യുന്നതെങ്കിൽ നിയമം നമ്മളെ വെറുതെ വിടും, ശിക്ഷിക്കൂല. അത് ഏതൊക്കെയാണ് ആ സാഹചര്യം എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. നമ്മൾ അടുത്തത് ചാപ്റ്റർ 4 കടക്കുകയാണ്. ചാപ്റ്റർ 4 ക്രിമിനൽ കോൺസ്പിറസി, അറ്റംപ്റ്റ്, അബേറ്റ്മെന്റ്, 3 ടോപ്പിക്കുകളെ പറ്റി പറയുന്ന ഒരു ഏരിയയാണ് ചാപ്റ്റർ 4. ഇതെന്താണെന്നുള്ളത് വളരെ ബ്രീഫായിട്ട് ആദ്യം പറയാം. 3 കാര്യങ്ങളെ പറ്റിയാണ് ചാപ്റ്റർ 4 ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായി. ഒന്നാമത്തത് ക്രിമിനൽ കോൺസ്പിറസി, കുറ്റം ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്തുക. ഗൂഢാലോചന നടത്തിയാൽ അത് തെറ്റാണോ, നടത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം ശിക്ഷ കിട്ടും, അതാണ് ഒന്നാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തത് അറ്റംപ്റ്റ്, ഒരു പ്രവൃത്തി, ഒരു ഒഫൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു, പക്ഷേ ഒഫൻസ് നടന്നില്ല. ഒരാളെ കൊല്ലാൻ വേണ്ടി ഞാൻ വെടിവെച്ചു, പക്ഷെ അയാൾ മാറിയത് കൊണ്ട് അയാളുടെ ദേഹത്ത് ഉണ്ട കൊണ്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഇടിച്ച് പരിവാക്കി, അയാളെ കൊല്ലാൻ വേണ്ടിയാണ് ഇടിച്ച് പരിവാക്കിയത്, പക്ഷെ അയാൾ മരിച്ചില്ല. ഇൻ ദിസ് ഇൻസ്റ്റൻസ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ശ്രമം നടത്തി, ബട്ട് അതിന്റെ ഫൈനൽ സ്റ്റേജിലോട്ട് അത് എത്തിയില്ല എങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ. ഇതാണ് അറ്റംപ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അബേറ്റ്മെന്റ്. അബേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്യാൻ വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അയാളുടെ കൂടെ പോവുക. ഇതിനെയൊക്കെയാണ് അബേറ്റ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങളും ഓരോന്നും ചെയ്താലുള്ള ശിക്ഷ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തതാണ് ഭാരതീയ ന്യായ സംഹിതയുടെ 4th ചാപ്റ്ററിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ് ക്രിമിനൽ കോൺസ്പിറസി. ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ളത് മീൻസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more persons ഫോർ അൺലോഫുൾ പർപ്പസ്. ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി രണ്ടോ രണ്ടിലധികോ ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ചിരിക്കുക. ഒപ്പം ഇറ്റ്സ് ആൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ. അവർ തമ്മിൽ ഏതെങ്കിലും ഒരു തെറ്റായ കാര്യം, ടു കമ്മിറ്റ് ആൻ ഇല്ലീഗൽ ആക്ട്, ഒരു തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. അപ്പോ ഞാനും എന്റെ സുഹൃത്തും കൂടി ഒരു ദിവസം വീട്ടിലിരുന്നിട്ട് നാളെ അവനെ കൊല്ലണം, കൊല്ലാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇന്നതൊക്കെ ചെയ്യാം, അങ്ങനെ ഗൂഢാലോചന നടത്തിയാൽ മാത്രം അതൊരു ഒഫൻസ് ആണ്. അതായത് ക്രൈം കമ്മിറ്റ് ചെയ്തില്ല, അതിനുള്ള ശ്രമം നടത്തിയില്ല, ജസ്റ്റ് ഒരു ഗൂഢാലോചന മാത്രമേ നടത്തിയിട്ടുള്ളൂ എങ്കിൽ പോലും അതൊരു ഒഫൻസ് ആണ്, പണിഷബിൾ ആയിട്ടുള്ള കാര്യമാണ് അണ്ടർ ഭാരതീയ ന്യായ സംഹിത. അപ്പൊ ഒരു തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തി, ഒരു തെറ്റായ കാര്യം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടോ രണ്ടിലധികം ആളുകൾ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്റെ ഫോണിൽ തന്നെ ഞാൻ പ്ലാൻ എഴുതി വെച്ചു. ദിസ് ഇസ് നോട്ട് കോൾഡ് ആസ് ഗൂഢാലോചന. ഗൂഢാലോചന എന്ന് പറയുമ്പോൾ എപ്പോഴും രണ്ടോ രണ്ടിലധികമോ ആളുകൾ ഉണ്ടായിരിക്കണം. അപ്പോ ഒരു ഗൂഢാലോചന നടത്തിയാൽ എന്താണ് ശിക്ഷ കിട്ടുക? അതാണ് BNSന്റെ സെക്ഷൻ 61 പറയുന്നുണ്ട്. ഗൂഢാലോചന നടത്തി കഴിഞ്ഞാൽ ശിക്ഷ കിട്ടാൻ പോകുന്നത്, ഒരാള് ഗൂഢാലോചന നടത്തി കഴിഞ്ഞാൽ ഗൂഢാലോചന നടത്തുന്ന ഒരു ഒഫൻസ്, അതിന്റെ ഗ്രാവിറ്റി അത് നോക്കും. അതായത് പല രീതിയിലുള്ള ഒഫൻസുകൾ ഉണ്ടല്ലോ, ഗ്രാവിറ്റി കുറഞ്ഞ ഒഫൻസ് ഉണ്ട്. ഞാൻ ഒരു മോഷ്ടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. മോഷണം എന്നൊക്കെ പറയുന്നത് ഗ്രാവിറ്റി കുറഞ്ഞ ഒഫൻസ് ആണ്. കൊലപാതകം, റേപ്പ് എന്നതുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോഷണം പോലുള്ള ഒഫൻസുകൾ ഗ്രാവിറ്റി കുറഞ്ഞതാണ്. അപ്പൊ ഇതിനെ ഗ്രാവിറ്റി നോക്കണം. ഒരാൾക്ക് തൂക്കുശിക്ഷ കിട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് കിട്ടാൻ പറ്റും, അല്ലെങ്കിൽ റിഗറസ് ഇംപ്രിസ്മെന്റ് അപ് ടു 2 years, 2 yearsനോ മുകളിലോട്ടുള്ള ഇംപ്രിസ്മെന്റ് കിട്ടാവുന്ന ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരാൾ ഗൂഢാലോചന നടത്തുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ പറ്റുന്ന ഒഫൻസുകൾ, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് കിട്ടാൻ പറ്റുന്ന ഒഫൻസുകൾ, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, ജീവപര്യന്തം, അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി കിട്ടാൻ പറ്റുന്ന ഒഫൻസുകൾ ചെയ്യാൻ വേണ്ടിയാണ് ഒരാൾ ഗൂഢാലോചന നടത്തുന്നത് എങ്കിൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ്, ഗൂഢാലോചനക്കുള്ള പണിഷ്മെന്റ് എന്നുള്ളത്, അയാള് ആ ഒരു പ്രവൃത്തി അബറ്റ് ചെയ്താൽ, അതായത്
ആ ഒരു പ്രവൃത്തി ചെയ്താൽ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സഹായിച്ചാൽ എന്ത് ശിക്ഷ കിട്ടോ അതേ ശിക്ഷ അയാൾക്ക് കിട്ടും. അപ്പൊ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ സഹായിച്ചാൽ എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളത് നമ്മൾ ശേഷം പഠിക്കും. അപ്പൊ അന്നേരം അത് നോക്കാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് 2 ഇയേഴ്സിന്റെ മേളിലോട്ട് ഇംപ്രിസ്മെന്റ് കിട്ടാവുന്ന ഒഫൻസുകളാണെങ്കിൽ അങ്ങനെയുള്ള ഒഫൻസുകൾ ചെയ്യാൻ വേണ്ടി ഉള്ള ഗൂഢാലോചന നടത്തിയാൽ ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ പ്രേരിപ്പിച്ചാൽ എന്ത് ശിക്ഷ കിട്ടുമോ അതേ ശിക്ഷ തന്നെ ഗൂഢാലോചന നടത്തിയാലും കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം, 2 വർഷത്തിനേക്കാൾ കുറവ് ഇംപ്രിസ്മെന്റ് കിട്ടാവുന്ന ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരാളെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അയാൾക്ക് 6 മന്ത് വരെയുള്ള പണിഷ്മെന്റ് ആയിരിക്കും കിട്ടുക. അവിടെ കൊടുക്കുന്നുണ്ട്, ഷാൾ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസ്മെന്റ് ഓഫ് ഐദർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം ഷാൾ നോട്ട് എക്സീഡിങ് 6 മന്ത് ഓർ വിത്ത് ഫൈൻ. അല്ലെങ്കിൽ ഫൈൻ കൊടുക്കാൻ കോടതി പറയും, അല്ലെങ്കിൽ 6 മാസം വരെയും തടവിൽ ആക്കാൻ പറയും. അപ്പോ ഉദാഹരണത്തിന് വളരെ അത്ര സിവിയർ അല്ലാത്തൊരു ഒഫൻസ്, ഒരാളെ ജസ്റ്റ് എന്ത് ചെയ്തു, ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു, വലിയ മുറിവൊന്നും ഏൽപ്പിക്കാത്ത രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒഫൻസ് ഒക്കെ കമ്മിറ്റ് ചെയ്തു, അതിനെ ഹേർട്ട് എന്നാ പറയുന്നത്. അപ്പൊ ഹേർട്ട് ഒക്കെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പണിഷ്മെന്റ് ഭയങ്കര കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒഫൻസുകളൊക്കെ 2 വർഷത്തിനേക്കാൾ താഴെ പണിഷ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കിട്ടാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഗൂഢാലോചന നടത്തുന്നതെങ്കിൽ ഗൂഢാലോചന നടത്തിയ ആൾക്ക് ഗൂഢാലോചന നടത്തിയതിന്റെ പേരിൽ മാത്രം 6 മാസം വരെയുള്ള ശിക്ഷ ലഭിക്കും. അതിനേക്കാൾ വലിയ ഒഫൻസുകളാണെങ്കിൽ ആ ഒഫൻസുകൾ ചെയ്യാൻ സഹായിച്ചാൽ എന്ത് ശിക്ഷ കിട്ടോ അതേ ശിക്ഷ തന്നെ കിട്ടും എന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ക്രിമിനൽ കോൺസ്പിറസി എന്താണെന്ന് നമ്മൾ ഇവിടെ നോക്കി. ഗൂഢാലോചന നടത്തുക, അതിന് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. 2-2-ലധികമോ ആളുകൾ ഉണ്ടാവുക, അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുക, ഒരു കരാറിലെത്തുക, ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആയിരിക്കുക ആ ഒരു കരാർ. ഈ 3 എഗ്രിമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ക്രിമിനൽ കോൺസ്പിറസിയുടെ പേരിലുള്ള ഒഫൻസ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു ഒഫൻസ് ആണ് അറ്റംപ്റ്റ്. ഒരു ശ്രമം നടത്തുക. ഒഫൻസ് ചെയ്തില്ല, ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാല് ചില ഒഫൻസുകളിൽ ഭാരതീയ ന്യായ സംഹിതയിൽ വ്യക്തമായി പറയുന്നുണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ എത്ര പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളത്. ഉദാഹരണത്തിന് മർഡർ, കൊലപാതക ശ്രമം നടത്തിയാല് എത്ര നാള് ഇംപ്രിസ്മെന്റ്, എത്ര നാള് ജയിലിലിടണം എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച്. അങ്ങനെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറയാത്ത ഏരിയാസ്, അതായത് ഇവിടെ ശ്രദ്ധിക്കുക, സെക്ഷൻ 62 പറയുന്നുണ്ട് ചില ഒഫൻസുകൾ ശ്രമിച്ചാൽ, ഒഫൻസ് ചെയ്തിട്ടില്ല, ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ എന്തായിരിക്കണം ശിക്ഷ എന്ന് ഭാരതീയ ന്യായ സംഹിതയിൽ വ്യക്തമായിട്ട് ആ ഒഫൻസുകളുടെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ചില ഒഫൻസുകൾക്ക് ഇപ്പൊ മർഡർ ആണെങ്കിൽ കൊലപാതകം നടത്തിയാൽ എന്താണ്, കൊലപാതകം നടത്താൻ ശ്രമിച്ചാൽ എന്താണെന്ന് ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു എമൗണ്ട് ഓഫ് പണിഷ്മെന്റ് മാത്രം കൊടുത്താൽ മതി. ഇനി അങ്ങനെയുള്ള ഒരു ഏരിയ അല്ല, മറിച്ച് വ്യക്തമായിട്ട് അറ്റംപ്റ്റ് ടു മർഡർ, ശ്രമിച്ചാൽ എത്ര ശിക്ഷ കൊടുക്കണം എന്നുള്ളത് വ്യക്തമായി ഒഫൻസുകൾക്കൊന്നും പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് മോഷണത്തിന്റെ ഒരു ചാപ്റ്ററിൽ മോഷണം നടത്താൻ ശ്രമിച്ചാൽ, അതായത് ഒരു വീട്ടിൽ കള്ളം കയറി, പക്ഷെ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ടൊന്നും പോയില്ല, അലമാരി തുറന്നപ്പോ പൈസയൊന്നും ഇല്ല, കള്ളം മടങ്ങിപ്പോയി, അപ്പൊ മോഷണ ശ്രമമാണ് നടത്തിയത്. അപ്പൊ അയാൾക്ക് എത്ര കൊടുക്കണം, അതായത് ഒരു ഒഫൻസിന് പെർട്ടിക്കുലർ ഒരു പ്രൊവിഷൻ ഇല്ല. മോഷണ ശ്രമം നടത്തിയാൽ അല്ലെങ്കിൽ ഒഫൻസ് ചെയ്യാൻ വേണ്ടിയുള്ള അറ്റംപ്റ്റ് നടത്തിയാൽ എത്ര ശിക്ഷ കൊടുക്കണം എന്നുള്ളത് എത്ര ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ എത്ര കൊടുക്കണം എന്നുള്ളത് ഒരു എക്സ്പ്രസ് പ്രൊവിഷൻ ഇല്ലാത്ത ഒഫൻസുകളാണെങ്കിൽ, അത്തരം ഒഫൻസുകൾ ചെയ്യാൻ ഒരാൾ ശ്രമിച്ചാൽ അയാളെ ആ ഒരു ഒഫൻസിന്റെ മുഴുവൻ പണിഷ്മെന്റിന്റെ പകുതി ശിക്ഷിക്കണം എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. പകുതി താഴെയോ പകുതി വരെയും ശിക്ഷിക്കാം. അപ്പൊ ഒരു മോഷണ ശ്രമത്തിന് മാക്സിമം പണിഷ്മെന്റ് എന്നുള്ളത് മോഷണത്തിന് 3 വർഷമാണ്. അപ്പൊ മോഷണ ശ്രമം നടത്തിയാൽ എത്രയായിരിക്കും, 3ന്റെ പകുതി, 1.5 വരെയും കോടതിക്ക് കൊടുക്കാം. 1.5 തന്നെ കൊടുക്കണം എന്നല്ല, ചിലപ്പോ കോടതി ഫൈൻ കൊടുത്ത് വെറുതെ വിടും, ചിലപ്പോ ഉപദേശിച്ചു വിടും, ചിലപ്പോ 6 മാസം കൊടുക്കും. അപ്പൊ 1.5 വരെയും കൊടുക്കാം. ആ ഒരു പെർട്ടിക്കുലർ ഒഫൻസിന് മാക്സിമം പണിഷ്മെന്റ് എത്രയാണോ അതിന്റെ പകുതി വരെയും കൊടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തതാണ്, നമ്മളിപ്പോ കോൺസ്പിറസി എന്താണെന്ന് നോക്കി, അറ്റംപ്റ്റ് എന്താണെന്ന് നോക്കി. ഇനി മൂന്നാമത്തതാണ് അബറ്റ്മെന്റ്. അബറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ എന്താ ശിക്ഷ?
ഒരു സെക്കൻഡ്. അതെ, സഹായിച്ചാൽ എന്താണ് ശിക്ഷ എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ, IPC BNSന്റെ സെക്ഷൻ 49 പറയുന്നുണ്ട്, നമ്മൾ ഒരാളെ ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു അല്ലെങ്കിൽ പ്രേരിപ്പിച്ചു. നമ്മൾ പ്രേരിപ്പിച്ചതനുസരിച്ച് അയാളെ ഒഫൻസ് ചെയ്താൽ എന്താണ് ശിക്ഷ എന്നുള്ളത്, ഹൂ എവർ അബറ്റ്സ്, ആരെങ്കിലും ഒരാൾ സഹായിച്ചു എനി ഒഫൻസ്, ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ സഹായിച്ചു കഴിഞ്ഞാൽ, ഷാൾ, അയാൾക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദി ആക്ട് അബറ്റഡ് ഇസ് കമ്മിറ്റഡ്, നമ്മൾ സഹായിച്ച ആ പ്രവൃത്തി അയാൾ ചെയ്യുകയും ചെയ്തു എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ്, നോ എക്സ്പ്രസ് പ്രൊവിഷൻ ഇസ് മെയ്ഡ് ബൈ സംഹിത ഫോർ ദി പണിഷ്മെന്റ് ഓഫ് സച്ച് അബറ്റ്മെന്റ് ബി പണിഷ്ഡ് വിത്ത് ദി പണിഷ്മെന്റ് പ്രൊവൈഡഡ് ഫോർ ദി ഒഫൻസ്. ഒഫൻസിന് എന്താണോ പണിഷ്മെന്റ് അത് തന്നെ സഹായിച്ച ആൾക്കും കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൊല്ലാൻ വേണ്ടി ഞാൻ ഒരാളെ സഹായിച്ചു, അപ്പൊ കൊല്ലാൻ സഹായിച്ചാലുള്ള ഒരു പ്രൊവിഷൻ ഭാരതീയ ന്യായ സംഹിതയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഭാരതീയ ന്യായ സംഹിത പ്രകാരം കൊല്ലാൻ വേണ്ടി ഞാൻ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ, കൊന്നു കഴിഞ്ഞാൽ ഞാൻ സഹായിച്ചത് മൂലം ഞാൻ സഹായിച്ച ആള് കൊല്ലുകയും ചെയ്തു എങ്കിൽ, കൊന്നു കഴിഞ്ഞാൽ കൊന്ന ആൾക്ക് എന്ത് ശിക്ഷ കിട്ടോ അതേ ശിക്ഷ സഹായിച്ച എനിക്കും കിട്ടും. അതെ, ഒരാൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു, അയാളുടെ സഹായം കിട്ടിയത് കൊണ്ട് മറ്റേ ആള് ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയും കൂടി ചെയ്താൽ, സഹായിച്ച ആൾക്ക് ചെയ്ത ആൾക്ക് കിട്ടുന്ന അതേ ഒഫൻസിന്റെ അതേ ഗ്രാവിറ്റിയിലുള്ള പണിഷ്മെന്റ് സഹായിച്ച ആൾക്കും കിട്ടും. അതാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. അപ്പൊ 3 ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കിയത്. അറ്റംപ്റ്റ് എന്താണെന്ന് നോക്കി, ക്രിമിനൽ കോൺസ്പിറസി എന്താണെന്ന് നോക്കി, അബൈറ്റ്മെന്റ് എന്താണെന്ന് നോക്കി. ക്രിമിനൽ കോൺസ്പിറസി എന്നാൽ എന്താണ്, ഗൂഢാലോചന നടത്തുക. 2 വർഷത്തിനേക്കാൾ കൂടുതൽ പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസുകൾ ആണെങ്കിൽ ആ ഒഫൻസുകൾ സഹായിച്ചാൽ എന്ത് കിട്ടോ ആ സെയിം പണിഷ്മെന്റ് കിട്ടും. അപ്പോ 2 വർഷത്തിൽ കൂടുതലുള്ള ഒഫൻസുകളിലൊക്കെ സഹായിച്ചാൽ എന്താ കിട്ടുന്നത്, സെയിം പണിഷ്മെന്റ്, ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്താലുള്ള അതേ പണിഷ്മെന്റ് ആണ്. അപ്പോ ഈ കോൺസ്പിറസി നടത്തിയാലും അതേ പണിഷ്മെന്റ് തന്നെ കിട്ടും. 2 വർഷത്തിനേക്കാൾ കുറവ് പണിഷ്മെന്റ് കിട്ടുന്ന ഒരു ഒഫൻസുകൾക്കാണ് ഗൂഢാലോചന നടത്തുന്നതെങ്കിൽ 6 മാസം വരെയുള്ള ശിക്ഷ കിട്ടും എന്നുള്ളത് പഠിച്ചു. അടുത്തതാണ് നമ്മൾ അറ്റംപ്റ്റ് പഠിച്ചത്. അറ്റംപ്റ്റിൽ എന്താ പഠിച്ചത്, ഏതെങ്കിലും പെർട്ടിക്കുലർ ഒഫൻസിന്റെ അറ്റംപ്റ്റിനുള്ള പണിഷ്മെന്റ് ഭാരതീയ ന്യായ സംഹിതയിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചാൽ ആ ഒഫൻസിന്റെ മാക്സിമം പണിഷ്മെന്റ് എത്രയാണോ അതിന്റെ പകുതി വരെയും ശ്രമിച്ച ആൾക്ക് കൊടുക്കാം. 3ാമത് നമ്മൾ അബൈറ്റ്മെന്റ് എന്താണെന്ന് നോക്കി, അതായത് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക, പ്രേരിപ്പിക്കുക, കൂടെ നിൽക്കുക. അങ്ങനെ ചെയ്താൽ എന്താണ്, നമ്മൾ കൂടെ നിന്നുകൊണ്ട് മറ്റേ ആൾ അത് കമ്മിറ്റ് ചെയ്യുകയും കൂടി ചെയ്താൽ, ചെയ്ത ആൾക്ക് ആ ഒഫൻസിന്റെ ശിക്ഷ എന്ത് കിട്ടോ അതേ ശിക്ഷ സഹായിച്ച ആൾക്കും കൂടി കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത്. ഹിയർ വി കൺക്ലൂഡ്. ചാപ്റ്റർ 4 ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ 5 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.